ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്, പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ടിട്ട് കാരമലൈസ് ചെയ്തെടുത്ത് പുഡിങ് സെറ്റ് ചെയ്യാൻ പോകുന്ന ട്രൈയിലേക്ക് ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി അവിടെ വെക്കുക കേട്ടോ. അതിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ച് കൊടുത്ത് ഒരു വാനില എസൻസ് ഒരു ടീസ്പൂണും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അതും അങ്ങോട്ട് മാറ്റി വയ്ക്കുക, അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാൻ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒരു 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ആദ്യമായിട്ട് ആണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഒപ്പം തന്നെ ബെൽ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്തോട്ടോ. പിന്നെ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോഴേ നമ്മളതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് അതൊന്നൊക്കെ മെൽറ്റായിട്ട് പാലിങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുന്ന നേരത്ത് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അതാണ്, കൈയെടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ കട്ട കുത്തി പോവും. അതെ. അപ്പോൾ പിന്നെ അതുപോലെ എന്ന് പറയുന്ന പോലെ തന്നെ വേറൊരു കാര്യം കൂടി, നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതിലൊരു നുള്ളു കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായി ഇളക്കിയിട്ട് ഇത് നമ്മൾ ഒരു ക്രീമി സ്ട്രക്ചർ ആവുന്ന വരെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. എത്ര വലിയ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ തന്നെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പുഡിങ്ങാണ്. ഞാനിതിവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്. ഈ ഒരു സമയമാകുമ്പോഴേ ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ നെയ്യുള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തുവെന്ന് മാത്രം. നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം അതുകൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ, നല്ലതാണ്. ഇനി നമ്മൾ കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കി നല്ലൊരു ക്രീമി സ്ട്രക്ചർ ആവുന്ന ഇളക്കി കൊടുക്കുക. പിന്നെ വീട്ടിലുള്ള ചേരുവകൾ തന്നെയല്ലേ, പാല് റവ ഒക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും. ഈ ഒരു ക്രീമി സ്ട്രക്ചറിൽ എത്തുമ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇത് ഇനി എന്താ പറയുക ഇറക്കി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാറണം. ചൂടാറിയിട്ട് മാത്രമാണ് നമ്മൾ ആ മിക്സ് ചെയ്ത മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ചൂടോടെ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പോൾ ഇതുപോലെ ചൂടാറിയപ്പോൾ കണ്ടില്ലേ, കുറച്ചുകൂടെ അതൊരു ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ കൈ തൊട്ട് നോക്കിയപ്പോൾ വലിയ ചൂടൊന്നുമില്ല. അത്യാവശ്യം ഒരു പാകത്തിലുള്ള ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ചെറിയ ചൂടോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു എഗ്ഗ് മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിലേക്ക് നമ്മൾ ഈ ഒരു ക്രീം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതെല്ലാം നന്നായി ഇട്ട് ചേർത്തിട്ട് നല്ല രീതിയിൽ എല്ലാതും കൂടി ഈ ഒരു റവയും ഈ ഒരു മുട്ടയുടെ ഇതും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ അത് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം നമ്മളത് സ്റ്റീം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് വേറെ ആയിട്ട് കാണും. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. മുട്ട ആയതുകൊണ്ടാണ് ചൂട്ടോട് കൂടി നമ്മളിത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. വേറെ പണിയൊന്നുമില്ല. പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അത്ര വലിയ ടൈമൊന്നും എടുക്കുന്ന പണിയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു ആവി ആറ്റാനായിട്ട് നമ്മൾ സെറ്റപ്പാക്കി വെക്കുക. ഇതെല്ലാം ഒപ്പം കഴിയുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരെ സ്റ്റീം ചെയ്യാനായിട്ട് അത് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒരു 5 to 8 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴേക്കും നന്നായി സ്റ്റീം ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം വെന്തിട്ടുള്ള മുട്ട മാത്രമേ അതിൽ നമുക്ക് വേവാത്തതുള്ളൂ. ആ ഒരു എഗ്ഗൊന്ന് വേവുന്ന ഒരു സെറ്റാവുന്ന ടൈം മാത്രമേ നമുക്ക് വേണ്ടൂ. ഇപ്പോൾ വെന്ത് നമ്മളിത് ഡിമോൾഡ് ചെയ്തെടുത്തപ്പോൾ ഇതുപോലെ അടിപൊളിയല്ലേ, കാണാൻ അടിപൊളിയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാനൊന്നുമില്ല ഫോട്ടോ. പിന്നെ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോയിട്ട സംഭവം. എനിക്ക് കൂൾ ചെയ്യാനൊന്നും പറ്റിയില്ല. കുറച്ച് ബാക്കി വന്നാൽ ഞാൻ കൂൾ ചെയ്തെടുത്തപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.